നമസ്കാരം. നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത അതൊരു സാധാരണക്കാരന്, ഒരു പൗരന് ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമാണ് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നത്. സാക് ന്യൂസ് എന്ന ഈ ഓൺലൈൻ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് വെറും ഒരു വർഷത്തിനും താഴെയാണ് ആകുന്നത്. എന്നിരുന്നാലും ഒട്ടനവധി പ്രേക്ഷകർ നമുക്കൊപ്പമുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. 2.5 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് വരുന്ന വീഡിയോ നമുക്കുണ്ട്. അത് നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്നു, അതുപോലെ തന്നെ നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന വാർത്തകളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നത്. ഇതിനു മുൻപും സാക് ന്യൂസ് കൊടുത്ത ഒട്ടനവധി വാർത്തകളിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു നടപടികളും ഉണ്ടായിട്ടുണ്ട്. പടിഞ്ഞാറക്കോട്ടയിലെ നടപ്പാത നവീകരണമാണെങ്കിലും, തിരുവനന്തപുരം സിറ്റിയിലെ ലഹരി വിൽപ്പനയെ പറ്റിയാണെങ്കിലും, സർക്കാർ ഫ്ലെക്സുകളിലെ അച്ചടി പിശകാണെങ്കിലും ഇതൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ച വാർത്തകളാണ്. അങ്ങനെ തന്നെയാണ് സാക് ന്യൂസ് ഇന്നലെ ഒരു വാർത്ത കൊടുത്തത് SBIയിലെ ഒരു അനാസ്ഥയെക്കുറിച്ച്. അതിനും ഇന്നൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. സതീശന് നീതി ലഭിച്ചിരിക്കുകയാണ്. SBIയുടെ പിഴവ് മൂലം ആകെ വിഷമിച്ചിരുന്ന സതീശന് SBI പണം തിരികെ നൽകിയിരിക്കുകയാണ്. വാഹന ലോൺ സെറ്റിൽമെന്റിന് SBI 6 ലക്ഷം സതീശന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വീണ്ടും 2 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാത്ത പക്ഷം NOC കൊടുക്കില്ല എന്ന് തന്നെയാണ് SBI തീർത്തും പറഞ്ഞത്. എന്നാൽ സാക് ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ സതീശൻ അടച്ച 6 ലക്ഷം രൂപ SBI തിരിച്ചു നൽകുകയായിരുന്നു. ഇതുപോലെ സാധാരണക്കാരന് നീതി ലഭിക്കാൻ എളുപ്പമായ ഒരു മാർഗം തന്നെയാണ് നവമാധ്യമങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ നമുക്ക് നൽകാനും നിങ്ങളുടെ സ്നേഹങ്ങളും നിർദ്ദേശങ്ങളും നമുക്കൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടെ സാക് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.